ഹായ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്സിൻ്റെ കുറച്ച് ഷോർട്ട് എസ്സേസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ വിവരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ എന്ത് നിയമങ്ങൾ വന്നാലും രണ്ട് സഭയും അംഗീകരിച്ചാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കാം. ഒന്നാം വായന. രാജ്യസഭയിലും ലോകസഭയിലും ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഒന്നാം വായന എന്ന് പറയുന്നത്. ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഒന്നാം വായന എന്താണ്, രണ്ട് സഭയിലും ബില്ല് അവതരിപ്പിക്കുക, ഭൂരിഭാഗം പേരും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. അടുത്തത് രണ്ടാം വായന. ബില്ലിനെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാണ്. അവതരിപ്പിച്ചതിന് ശേഷം ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെയാണ്, അതിൻ്റെ തത്വങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിനെയാണ് രണ്ടാം വായന എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം. ഈ രണ്ടാം വായനയിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്. കമ്മിറ്റി ഘട്ടമുണ്ട്, റിപ്പോർട്ട് ഘട്ടമുണ്ട്. കമ്മിറ്റി ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ ബില്ലിലെ വ്യവസ്ഥകൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും അത് ചർച്ച ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ റിപ്പോർട്ട് ഘട്ടത്തിൽ സെലക്ഷൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ, നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ബില്ലിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തിട്ട് വോട്ടിനിടുന്നു. വോട്ടിനിട്ടിട്ട് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് നമ്മളത് ബില്ല് പാസ്സാക്കുന്നത്. ഇനി മൂന്നാം വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തിമ അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു. ഭൂരിപക്ഷം പേരും അനുകൂലമായി വോട്ട് ചെയ്യണമെങ്കിൽ സഭ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കും. അപ്പോൾ ഒരു സഭ ബില്ല് പാസ്സാക്കി രണ്ടാമത്തെ സഭയിലും ഇത്രയും നടപടിക്രമങ്ങൾ തന്നെ വീണ്ടും നമ്മൾ തുടരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ എന്തെല്ലാം? അതായത് ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ചർച്ചകളും പര്യാലോചനകളും. ചർച്ചകളും വാദപ്രതിവാദങ്ങളും ജനകീയ പ്രശ്നങ്ങളിൽ മന്ത്രിസഭയുടെ ഉത്തരവാദിത്വം ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ മന്ത്രിയോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ മന്ത്രിസഭയുടെ ഉത്തരവാദിത്വം ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ചർച്ചകളും പര്യാലോചനകളും. രണ്ട്, നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ. ബില്ലുകൾ നിയമമാകണമെങ്കിൽ സഭയുടെ അംഗീകാരം വേണം, രാഷ്ട്രപതിയുടെ അനുമതിയും വേണം. അപ്പോൾ ബില്ല് അനുവദിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം. ധനപരമായ നിയന്ത്രണങ്ങൾ. ഗവൺമെന്റിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് ബഡ്ജറ്റിലൂടെയാണ്. സഭ ബഡ്ജറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന് ധനലഭ്യത ഇല്ലാതാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെന്റിനെ പല കാര്യങ്ങളിലും നിയന്ത്രിക്കാം. അടുത്ത, അവിശ്വാസ പ്രമേയം. എന്താണ് അവിശ്വാസ പ്രമേയം? 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ അത് ചോദിക്കാം. എന്താണ്? ഭൂരിപക്ഷമില്ലാതെ, അതായത് സർക്കാരിന് ഭരണത്തിൽ തുടരാൻ ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. അപ്പം നിയമനിർമ്മാണ സഭയ്ക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥ, അവിശ്വാസ പ്രമേയം നമ്മൾ പാസ്സാക്കുന്നത്. അപ്പോൾ എന്താണ് അവിശ്വാസ പ്രമേയം? സർക്കാരിന് ഭരണത്തിൽ തുടരാൻ ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന പ്രമേയത്തെയാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം 4 ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ചർച്ചകളും പര്യാലോചനകളും, നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ധനപരമായ നിയന്ത്രണങ്ങൾ, പിന്നെ അവിശ്വാസ പ്രമേയം. ക്വസ്റ്റ്യൻ, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെ ഉറപ്പുവരുത്താം? ഒന്ന്, നിയമന രീതി. രാഷ്ട്രീയത്തിന് അതീതമായി സ്വതന്ത്രമായൊരു നിയമന രീതിയാണ്. രണ്ട്, നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി. വിരമിക്കൽ പ്രായം എത്തുന്നത് വരെ ജഡ്ജിമാർ ഉദ്യോഗത്തിലിരിക്കും. 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി. സാമ്പത്തിക ആശ്രയത്തിന്റെ അഭാവം. ജഡ്ജിമാർക്ക് ആകർഷമായ ശമ്പളം നൽകുന്നതോടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നു. ജഡ്ജിമാർക്ക് ആകർഷകമായ ശമ്പളം നൽകുന്നതിലൂടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നു. വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. കോടതിയലക്ഷ്യ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കുണ്ട്. ഇത് വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നും ജുഡീഷ്യറിയെ സംരക്ഷിക്കുന്നു. അടുത്തത്, എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിക്കൽ. ഇന്ത്യൻ ഭരണഘടന എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. അപ്പം നീതിന്യായ വിഭാഗത്തിൻ്റെ 4 സ്വാതന്ത്ര്യം എന്താണ്? നിയമന രീതി, നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി, സാമ്പത്തിക ആശ്രയത്തിൻ്റെ അഭാവം, വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിക്കൽ.
അടുത്തത് നീതിന്യായ വിഭാഗത്തിന്റെ ഘടന. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. ഇത്രയാണ് ഘടനയിൽ വരുന്നത്. സുപ്രീം കോടതിയാണ് പരമോന്നത നീതിന്യായ കോടതിയാണ് സുപ്രീം കോടതി. അതേപോലെ തന്നെ ഭരണഘടനാ തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ എന്നിവയുടെ കാവൽ മാലാഖമാരായിട്ടാണ് സുപ്രീം കോടതിയെ നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ന്യായപീഠത്തിന്റെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5, ചാപ്റ്റർ 4 എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി. ഹൈക്കോടതി ഒരു സംസ്ഥാനത്തിലെ നീതിന്യായ വ്യവസ്ഥയിലെ പരമോന്നത പദവി വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. സുപ്രീം കോടതിയെ പോലെ തന്നെ മൗലികാവകാശ സംരക്ഷണത്തിന് പ്രത്യേക ഉത്തരവുകൾ, ആ പ്രത്യേക ഉത്തരവുകൾ പറയുന്ന പേരാണ് റിട്ടുകൾ, പുറപ്പെടുവിക്കാൻ ആർക്കും അധികാരമുണ്ട്? ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ജില്ലാ കോടതിയിൽ ജില്ലയിലുണ്ടാകുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഗൗരവമേറിയ ക്രിമിനൽ കേസുകളൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ കോടതികളാണ്. ഇനി കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ് കീഴ്ക്കോടതികളിൽ പരിഗണിക്കുന്നത്. നെക്സ്റ്റ്, ജുഡീഷ്യൽ ആക്ടിവിസം എന്നാൽ എന്ത്? മനുഷ്യാവകാശ ധ്വംസനം നടക്കുകയും, അതായത് മനുഷ്യന്റെ അവകാശത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ നടക്കുകയും നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ അവ കണ്ടില്ലെന്ന് നടിക്കുകയുമാണെങ്കിൽ ജുഡീഷ്യറി ഇടപെടുന്നതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്തെങ്കിലും നടക്കുകയും ഇത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുമ്പോഴാണ് കോടതി നേരിട്ട് ഇടപെടുന്നത്. അതിനെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നു. ഗുണങ്ങൾ. പൊതു താൽപര്യ ഹർജിയിലൂടെ കോടതി അവകാശങ്ങൾ എന്ന ആശയത്തെ വികസിപ്പിച്ചു. ദരിദ്രർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ഒക്കെ പരാതി സമർപ്പിക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയുന്നു. എക്സിക്യൂട്ടീവിന് അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ നിർബന്ധിതമാക്കി. രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി. അപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? പൊതു താൽപര്യ ഹർജിയിലൂടെ അവകാശങ്ങൾ എന്ന ആശയത്തെ വികസിപ്പിച്ചു. ദരിദ്രർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കൊക്കെ കോടതിയെ സമീപിക്കാൻ കഴിയുന്നു. എക്സിക്യൂട്ടീവിന് അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ നിർബന്ധിതമാക്കി. അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്തി. ഇനി അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു. അതേപോലെ ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർവരമ്പുകൾ മാച്ചു കളഞ്ഞു. ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർവരമ്പുകൾ മാച്ചു കളഞ്ഞ് കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? 1, ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന ഒരു വലിയ ഭരണഘടന തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഒതുക്കമല്ലാത്തതെന്ന് പറയുന്നത്. ബൃഹത്തായ ഒരു പ്രമാണമാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഒരുപാട് വ്യവസ്ഥകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. മറ്റുള്ള ഭരണഘടനയേക്കാൾ വലുതാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാതിനിധ്യ സ്വഭാവമില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു യഥാർത്ഥ പ്രാതിനിധ്യം അന്ന് സഭയിൽ ലഭിച്ചിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ല. ഇന്ത്യൻ ഭരണഘടന വൈദേശിക സ്വഭാവം ഉള്ളവയാണെന്നും അത് ഇന്ത്യൻ സംസ്കാരത്തിന് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ല എന്നും വിമർശനമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന പല കാര്യങ്ങളും പല രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ല, വൈദേശിക സ്വഭാവം ഉള്ളതാണ് എന്ന് പറയുന്നത്. മാത്രമല്ല അങ്ങനെ പല രാജ്യങ്ങളിലെ നല്ലതും കടമെടുത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു ബൃഹത്തായ ഒരു വലിയ ഭരണഘടനയായിട്ട് മാറി. അതുകൊണ്ടാണ് അത് ഒതുക്കമില്ലാത്തതെന്നും പറയുന്നത്. അടുത്തത് 73-ാം ഭേദഗതിയുടെ പ്രധാന സവിശേഷതകൾ. 73 പഞ്ചായത്ത് രാജ്, 74 നഗരപാലിക സംവിധാനമാണ്, 74 നഗരപാലിക സംവിധാനമാണ്, 73 പഞ്ചായത്ത് രാജ്. മറന്നു പോകരുത്. അതിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. 73-ന്റെ ഗ്രാമസഭ രൂപീകരിക്കാൻ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളുടെ അടിസ്ഥാനം ഗ്രാമസഭയായിരിക്കുമെന്നുള്ളത് പറഞ്ഞു. ഒരു വാർഡിലെ വോട്ടർമാർ ഉൾക്കൊള്ളുന്നതാണ് ഒരു ഗ്രാമസഭ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. ഓഡിറ്റിംഗ് നടത്താനുള്ള അധികാരം വന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിച്ചു. പഞ്ചായത്തുകളുടെ അധികാരം തീരുമാനിച്ചു. പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ കാലാവധി 5 കൊല്ലമായിരിക്കുമെന്നും സ്ഥാപിച്ചു. അപ്പൊ എന്താണ്? ഗ്രാമസഭ രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പൊ ഗ്രാമസഭ എന്തായിരിക്കും? ഗ്രാമസഭയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തുകൾ.
ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാർഡിലെ വോട്ടർമാർ ഉൾക്കൊള്ളുന്നതാണ് ഗ്രാമസഭ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകി, തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു, ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു, ഓഡിറ്റിംഗ് നടത്താനുള്ള അധികാരം സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു, പഞ്ചായത്തുകളുടെ അധികാരം തീരുമാനിക്കുന്നു, പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ കാലാവധി 5 കൊല്ലമായിരിക്കുമെന്നും തീരുമാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്തൊക്കെയാണ്? വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, മതേതരത്വം, പ്രായപൂർത്തി, വോട്ടവകാശം, ഫെഡറലിസം, ദേശീയ വ്യക്തിത്വം. പോയിന്റുകൾ പഠിക്കുക, സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്കറിയാം, സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, പ്രായപൂർത്തി, വോട്ടവകാശം, ഫെഡറലിസം, ദേശീയ വ്യക്തിത്വം. അപ്പോൾ ഇത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സമ്പ്രദായം വിശദീകരിക്കുക. നമുക്കറിയാം 73ാം ഭരണഘടനാ ഭേദഗതിയാണ് ഒരു ത്രിതല പഞ്ചായത്ത് രാജ് എന്ന സമ്പ്രദായത്തിന് രൂപം നൽകിയത്. ത്രിതല ഘടന ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ അടിത്തറയാണ് ഗ്രാമപഞ്ചായത്ത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒരു ഇടനിലക്കാരനാണ് ബ്ലോക്ക് പഞ്ചായത്ത്. രണ്ടിനും ഇടയ്ക്ക് മധ്യമുള്ള ഒരു ഇടത്തട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഇനി ജില്ലാ പഞ്ചായത്തോ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഓക്കെ, നന്നായി പഠിക്കുക. താങ്ക് യു.